ഇന്ത്യയിൽ പൊതുവെ വിലക്കയറ്റം കുറയുമ്പോൾ കേരളത്തിൽ കുത്തനെ കൂടുന്നു. പുതിയ സ്ഥിതിവിവര കണക്കുകളിൽ തെളിയുന്നത് അതാണ്. അപ്പോൾ എന്താണ് ഇവിടെ മാത്രം പ്രശ്നം? രാജ്യത്ത് പൊതുവെ വിലക്കയറ്റം 6 വർഷത്തിനിടയിലെ താഴ്ന്ന നിലയിലാണ്. മറ്റെല്ലാ സംസ്ഥാനക്കാരും ഭക്ഷ്യവസ്തുക്കൾ അടക്കമുള്ളവയുടെ വിലക്കുറവിന്റെ നേട്ടം അനുഭവിക്കുന്നു. അരി, പച്ചക്കറി അടക്കമുള്ള ഭക്ഷ്യോത്പന്നങ്ങൾക്കുള്ള ഉയർന്ന വിലയാണ് ഇവിടെ മലയാളികൾക്ക് തിരിച്ചടിയാകുന്നത്. സാധാരണക്കാരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കാൻ വിലക്കയറ്റം കാരണമാകുന്നു. സംസ്ഥാനത്തിന് ആവശ്യമുള്ള ഭക്ഷ്യോത്പന്നങ്ങൾ ഏറെയും അതിർത്തി കടന്നാണ് വരുന്നത്. വാഹന വാടക, ഇന്ധനവില, കയറ്റിറക്ക് കൂലി എല്ലാം കേരളത്തിൽ ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത്. സ്വാഭാവികമായും ഭക്ഷ്യോത്പന്ന വിലയിലും ഇത് പ്രതിഫലിക്കും. അയൽ സംസ്ഥാനങ്ങളെക്കാൾ പെട്രോൾ, ഡീസൽ വില കൂടുതലാണെന്നത് ചരക്കുകൂലി വർദ്ധിക്കുന്നതിനും ഇടയാക്കി. രാജ്യത്ത് ചില്ലറ വിലയെ അടിസ്ഥാനമാക്കിയുള്ള വിലക്കയറ്റം ദേശീയ തലത്തിൽ 2.1%. കേരളത്തിൽ ഇത് 6.7%. ഭക്ഷ്യവസ്തുക്കൾ വാങ്ങുന്നതിനായി മലയാളികൾ കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരുമെന്ന് ചുരുക്കം. ഇത് കുടുംബങ്ങളുടെ ബജറ്റിനെ താളം തെറ്റിക്കുന്നു, പ്രത്യേകിച്ച് ഇടത്തരം വരുമാനക്കാരെ. മലയാളികൾക്കിടയിൽ സാമ്പത്തിക അസമത്വം കൂടുന്നതിനും ഈ വിലക്കയറ്റം വഴിയൊരുക്കും. സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ളവർക്കാണ് വിലക്കയറ്റം കൂടുതൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് തയ്യാറാക്കാൻ അടിസ്ഥാനമാക്കുന്നത് ആഹാരപാനീയങ്ങൾ, ഭവന വാടക നിരക്ക്, യാത്രാ ചെലവ്, വൈദ്യുതി ചാർജ് എന്നിവയെല്ലാം കണക്കാക്കിയാണ്. ഈ നിരക്കുകളെല്ലാം കേരളത്തിൽ കൂടുതലാണ്. ഈ സ്ഥിതി മാറാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യാൻ മറക്കരുത്.